ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം കടലക്കറിയൊക്കെ വെക്കാൻ, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആണോ അല്ലേ എന്നുള്ളത് വീഡിയോയുടെ അവസാനം നിങ്ങൾ പറയണേ. എല്ലാവർക്കും അറിയാം, എന്നാലും കുറച്ച് നമ്മൾ വ്യത്യാസം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഗ്രാമ്പു പട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും, പിന്നെ കുറച്ച് ഈ കടലയിൽ തന്നെ കുറച്ച് തക്കാളിയും മല്ലിയിലയും പിന്നെ എന്തുവാ ഇതൊക്കെ ചേർത്ത് നമ്മൾ കുറച്ച് മിക്സിയിലിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചിട്ട് നമ്മൾ ഈ കടലയിലും കൂടി എടുത്ത് തട്ടി നല്ല കുഴമ്പ് രൂപത്തിലാക്കണം. പക്ഷെ നല്ല ടേസ്റ്റാണ്. കടല എപ്പോഴും നല്ല കട്ടിയായിട്ടിരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ലൂസ് കറിയായിട്ട് തന്നെ വേണം, ഈ കുഴച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, പുട്ടിൻ്റെ കൂടെ ആയാലും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒന്ന് ലൂസായിട്ട് വെച്ചത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടതാണ്, എന്താവുന്നൊന്നും അറിഞ്ഞിടുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഈ കടലക്കറി ആരെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയണേ. അപ്പം നമ്മളിത് കടുക് വറുത്തിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല ഇതെല്ലാം കൂടെ കുറച്ചൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടലയും വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുമായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് കട്ടിയായിട്ട് എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല നമുക്ക് കിട്ടും. ഇതിൽ മെയിൻ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ കടല കുറച്ച് അരച്ച് ചേർക്കുന്നതാണ്. അതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയും കൂടെ നല്ല പേസ്റ്റാക്കി അരച്ച് ചേർത്ത്, അതാണ് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. നേരത്തേക്ക് ഈ കടലക്കറി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര കട്ടിയായിട്ടൊന്നും വരത്തില്ല, അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തതിന് ശേഷം കടലയ്ക്ക് നല്ലൊരു തിക്കുമുണ്ട്, നല്ല ടേസ്റ്റുമായിട്ട് തോന്നുന്നുണ്ട്. അതാ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.